അബുക്ക അബുക്ക ഇതെങ്ങടാ ഈ പോണേ മോനെ? ഇന്ന് കളിയില്ലേ? ഇന്നത്തെ കളിയൊക്കെ കഴിഞ്ഞില്ലേക്കാ. അവിടെ പോയിരുന്ന കഞ്ഞി കുടിച്ചേ. എനിക്ക് മതിയാടാ. വിഷു അങ്ങനെ പറഞ്ഞ പറ്റില്ല, അത് മുഴുവൻ കഴിച്ചു തീർക്കണം. ബാബു, ഇക്കടെ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? അതെങ്ങനെയാ സമ്മതിക്കണ്ടേ? കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ വരച്ചു കൊടുത്തില്ലെങ്കിൽ എന്നെ ചീത്ത പറയും. ഏതാടാ ഈ കുട്ടി? ഇത് ഇക്ക, ഞാൻ കമല. ഞാൻ ഇക്കടെ അടുത്ത് വന്നിരുന്നു. കളിയുടെ തിരക്കിന്റെ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞില്ല. ബാബു, നീ അങ്ങോട്ടൊന്ന് അവിടെ ആകെ പ്രശ്നമാണ്. ലക്ഷണ നായന്റെ മോനെ കാശ് തന്നില്ല കൊന്നു അല്ലൂടാ നിന്നെ ഞാൻ. അവന്റെ അമ്മയുടെ ഒരു ഇംഗ്ലീഷ് തനിക്ക് എത്ര തന്നോ? അതിന് തന്ത ഉണ്ടായിട്ട് വേണ്ടേ? ജബ്ബാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. ഞാൻ കാശ് വാങ്ങിപ്പോയില്ലേ, പക്ഷെ ഇദ്ദേഹത്തോട് പറയാം സംസ്കാരത്തോട് പെരുമാറാൻ പറയൂ. സംസ്കാരം ഞാൻ കാണിച്ചു തരാടാ. സദാനന്ദ ജബ്ബാർക്ക, നിങ്ങൾ ആ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാക്കൊല്ലി ചെയ്ത കിട്ടാനുള്ള കാശ് കിട്ടൂ. എന്നാ നീതാടാ ഒരു മാസം എന്ന് പറഞ്ഞ് കാശ് വാങ്ങിട്ട് കൊല്ലം 2 ആയി. ഇപ്പൊ പലിശയില്ലേ? കാശ് ഉണ്ടായിട്ട് തരാണ്ടിരിക്കല്ല, കാശില്ല. കാശില്ലേ? അത് കൊള്ളാം. സദാനന്ദ ഓ കേട്ടോടാ, കാശില്ലാന്ന്. എന്നാ വേണ്ട, നമുക്ക് ഇവിടെ കൂടിക്കളയാ. എന്താ പഴുത്ത പേരയ്ക്ക പലവരെണ്ണം പോയില്ലേ ഇവിടുന്ന്? രാത്രിയോളം എന്റെ കൂടെ കിടന്നോട്ടെ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? കടമുഴുപ്പുള്ള ഏനങ്ങള് വേറെ ഉണ്ടോ ഇവിടെ? പഠിച്ചോന് നിരക്കാത്ത ഒന്നും ചെയ്യരുത്. ബാബു, ഈ കോമ്പൗണ്ടിന് പുറത്ത് പോയില്ലെങ്കിൽ തല്ലിക്കൊല്ലുന്നു. ഓടി വരണേ. അങ്ങോട്ട് പോണ്ട, അവിടെ നമ്മുടെ ആളുകളല്ലേ. പുറത്തല്ലേ അയ്യോ, എന്നെ വിട്, എന്നെ വിട്. ഒളിച്ചിരിക്കാനോടി എന്താണ് പറ്റിയത്?
ഒന്നുമില്ല. വരട്ടെ, ആശുപത്രി കൊണ്ടുപോകണം. അയ്യോ നിങ്ങളൊന്ന് മാറിയേ. ഒന്നും മിണ്ടാതിരി. നീ എന്തിനാടി കരയണേ? മാറിക്കേ, മാറിക്കേ. അയ്യോ ബാബു, ഒന്നും മിണ്ടാണ്ടിരി. കുമാര, നമുക്കിത് വേണ്ട. ഈ കമ്പനി എന്തിനാ എന്തിനാ നമുക്കിത്? സുശീലേ, നമുക്കിത് പൂട്ടാം, എന്നിട്ട് പിരിയാം. പറയാൻ നമുക്ക് പിരിയാം, നമുക്ക് പിരിയാം. കുമാരേട്ടനെ കണ്ടോ? കണ്ടു. കമ്പനി പൂട്ടും തന്നെ അച്ഛൻ പറയണേ. കമ്പനി പൂട്ടിയ വനജ പോവല്ലേ? പോവും, പക്ഷേ എങ്ങോട്ടെന്നറിയില്ല. ഞാൻ വിളിച്ചാ എന്റെ കൂടെ വരുമോ? നോക്കിക്കാതോ, കൈ പിടിച്ച് കേട്ടടോ. അല്ലേ? അതെ, നീ ആരോട് ഇതിൽ അവളോട് സംസാരിച്ചേ? കമ്പനി പൂട്ടാൻ പോവല്ലേ? കമ്പനി പൂട്ടട്ടോ? അതൊരു നിയമങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല. ആ പോ നിക്ക് പറയട്ടെ. ഇനി പെൺകുട്ടികളെ റൗട്ടിന്റെ ഏരിയയിൽ എങ്ങാനും കണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോ. ജീവന് കൊതിട്ട് പോണതാണല്ലേ? ആരാ? ജബ്ബാറിന്റെ ആളാണോ? ആരാണ് ഈ ജബ്ബാർ? ആരാ ഇയാൾ? ആരാ മനസ്സിലായില്ല. സുധീർ മിശ്ര. സുധീർ മിശ്ര, ഈ രാജ് കമലിൽ ജോയിൻ ചെയ്ത സുധീർ മിശ്ര? അതെ. ഓഹോ, ഇളിയം ഭാസ്കരൻ പറഞ്ഞിരുന്നു. ക്ഷമിക്കണം, ഞങ്ങൾക്ക് ആള് തെറ്റിയതാ. അല്ല, മലയാളം എങ്ങനെ മനസ്സിലാവും? എന്താ ഞാൻ പറയണത് മലയാളല്ലേ? പിന്നെ ഈ സുധീർ മിശ്ര ആർക്ക് എന്ത് പേര് വേണമെങ്കിലും സ്വീകരിക്കാം. നാളെ ബാബുവിന് വേണമെങ്കിൽ ബാബു മൽഹോത്രയാവോ? എന്താ ആയിക്കൂടെ? എന്തൊരു ചരരത്ന നോളജാ. Yes. അല്ല, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്കറിയാം, എല്ലാവരെയും അറിയാം. ഗോവിന്ദ് സാബ്. അല്ല, ശേഖരേട്ടൻ. എപ്പോഴും പേടിയുണ്ടോ? എനിക്കറിയില്ല. ഓ, സുശീലാന്റി അങ്ങ് തടിച്ചു പോയല്ലോ. ഖാദർ കുറ്റിപ്പുറം. കള. രഞ്ജൻ പപ്പ സാബ്. കുമാരേട്ടാ, ശോഭ എവിടെ? കുമാരേട്ടാ, ശോഭ കമ്പനി പെൺകുട്ടികളുടെ റൗട്ടിലുണ്ട്. അല്ല, കമലയെ കണ്ടില്ലല്ലോ. കമല എവിടെ ഗോവിന്ദ് സാബ്? കമല ഗുഡ് മോർണിംഗ് മാം സാബ്. ഗുഡ് മോർണിംഗ്. എന്താ പകച്ചു നിൽക്കുന്നത്? എല്ലാവരും എന്നെ മറന്നു. പക്ഷെ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. പിച്ചിയും മന്തിയും എന്നെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് മാം സാബ്. കരയുമ്പോ കുട്ടിത്തേവാങ്കേ എന്ന് വിളിക്കും. ഓർമ്മയുണ്ടോ? കുട്ടിത്തേവാങ്ക്. സുധാകരൻ നമ്മുടെ പഴയ പപ്പേച്ചിയുടെ മോൻ. My God. അതെ. പത്മിനി, what surprise. ആ നീർക്കല് പോലുള്ള ചെറുക്കൻ. എടോ സുധി, വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. പെര കേറി വയറും ചാടി നെഞ്ചും കൂർത്ത് മൂക്കട്ടെ ഒലിപ്പിച്ചിരുന്ന ചെക്കൻ. എന്റെ അമ്മേ, ഞങ്ങളിത് എങ്ങനെ വിശ്വസിക്കും? ഒരിടെ തിരുത്തി അവിടെ ഇരിക്കും. വാ പൊളിച്ച നടക്കില്ല. എത്ര തിന്നാലും ആർത്തിയും കൊതിയും. എന്ത് മാറ്റാത്. അമ്മ ഡൽഹിയില. അമ്മ പറയാറുണ്ട് പഴയ കാര്യങ്ങളൊക്കെ. ഞാൻ ചത്തുപോകുന്ന അമ്മ പോലും വിചാരിച്ചിരുന്നത്. എന്നെ കളി പഠിപ്പിച്ച് വ്യായാമം ചെയ്ച്ച് നേരെയാക്കിയത് ഗോവിന്ദ് സാബാ. ഈ ഹെൽത്ത് സാബിന്റെ. നോ 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 നോ, ഈശ്വരന്റെ. താങ്ക്സ് ടു ഈശ്വരൻ. മേം സാബ്, എന്താ ഒന്നും സംസാരിക്കാത്തത്? ഇത്ര മറവി പാടില്ല കേട്ടോ. കമലക്കുട്ടിക്ക് ഓർമ്മയുണ്ടാവില്ലെന്നേ. ആ, അത് ശരിയാ. പത്മിനി കമ്പനി വിട്ടു പോകുമ്പോ കമലക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും കുമാര?
ഒരു 10-12 വയസ്സായി ഉണ്ടാവില്ലേ? അത്രക്കായിട്ടുണ്ടാവില്ല. ഇവൻ മണ്ടൈ, ഇവന്റെ വയസ്സ് പോലും അവൻ അറിഞ്ഞൂടാ. ഇവൻ കണക്കിൽ MA പാസ്സായതാ. ഇതിന് പടം ഏരണ്ടക്കെട്ടുണ്ടായി ശങ്കരൻ ചെരിഞ്ഞത് ഭുവനേശ്വറിൽ കളിക്കുമ്പോഴാ. ഭുവനേശ്വറിൽ വെച്ച് തന്നെയാണല്ലോ നമ്മുടെ ക്യാപ്റ്റൻ മിശ്ര പൽപ്പിനെ കാണുന്നു മതപ്പാടുണ്ടാവുന്നു. പിന്നല്ലാണ്ട് ചേനക്കാര്യം പറയുമ്പോഴും ഇങ്ങർക്ക് ആനക്കാരിയാ. പത്മിനേച്ച് കമ്പനി വിടുമ്പോ കമലയ്ക്ക് 4 വയസ്സാ, ശോഭയ്ക്ക് 3 വയസ്സും സുധിക്ക് 11. Correct. He knows everything of children. Sorry. ഏതായാലും ഞാൻ ആരെയും മറന്നിട്ടില്ല. കണ്ണൂർ ഭാസ്കരൻ പറഞ്ഞപ്പോഴാ സാബിന്റെ ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഉടനെ പുറപ്പെട്ടു. മാറ്റിൻ ഷോയ്ക്ക് മുമ്പ് എനിക്കങ്ങ് എത്തണം. ഓപ്പണിംഗ് ഐറ്റം എന്റെതാ. Very good. അയ്യോ ഇറങ്ങിയോ ചായ കുടിച്ചിട്ട്? ചായ ഒന്നും വേണ്ട സുശീലാന്റി, എല്ലാരെയും കണ്ടപ്പോ തന്നെ വയറ് നിറഞ്ഞു. അത് പറ്റില്ല, എന്തെങ്കിലും ഒന്ന് തിന്നാണ്ട് ഞാൻ സമ്മതിക്കില്ല. ദാ ഇത് മതി. ഉണ്ടപ്പരികള് തന്നെ. അല്ല ഏറ് പടക്കം കൊണ്ടുപോ. മോനെ ദേ ഇതാണ് ശോഭ. നീ അങ്ങ് വളർന്നുവല്ലേ, പെണ്ണായി പോയല്ലോടി. ഊണ് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഉച്ചയ്ക്ക് ഊണുകൾ തന്നെ. അല്ല ചിക്കൻ ബിരിയാണി. ഇങ്ങനൊരു പകൽ.